കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം. വചനത്തിനഭിഷേകം. ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കരങ്ങൾ വീശി ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം ബ്ലസ്സി തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യമാണെന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, നമുക്കറിയാം, ഇതൊരു ഉടമ്പടി ധ്യാനമാണ്, സാന്ത്വനാഭിഷേകം. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ആദ്യം ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരുന്നത് ഭാര്യയും ഭർത്താവും കൂടിയാണ്. എന്നിട്ട് ഇവിടെ ഉടമ്പടി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയം, കുടുംബത്തിന് വരുമാനമാർഗം കുറയുന്നു, തങ്കച്ചന് ജോലിയില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഇത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് ആധ്യാത്മിക പ്രയോഗ രീതി അനുസരിച്ച്, വിശ്വാസ പ്രയോഗ രീതി അനുസരിച്ച് ഇതൊരു മോഡൽ സാക്ഷ്യമാണ്, ഒരു മാതൃകാ സാക്ഷ്യമാണ്. കാരണം ഇങ്ങനൊരു റിട്ടയർഡ് ആർമി ഓഫീസറാണ്, പക്ഷേ പെൻഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് ജോലിക്ക് പോയി, ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറേ ബാധ്യതയും പ്രാരാബ്ധമൊക്കെ ആയിട്ട് അങ്ങനെ
നമ്മളിൽ പലരെയും പോലെ അങ്ങ് കഴിഞ്ഞ ഒരു സഹോദരൻ. പക്ഷേ അദ്ദേഹം ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ വൈഫിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ജോലി കിട്ടും, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് നീ ഉടമ്പടി ചെയ്യുക നിൻ്റെ പേരിൽ, കാരണം എനിക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇദ്ദേഹം ഇത് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ഷിപ്പിലാണ് ജോലി, നേവി ഓഫീസറാണ്, ഷിപ്പിലാണ് ജോലിക്ക് അന്വേഷിക്കണത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും CDSും തമ്മിൽ ഒരു സാങ്കേതിക തകരാറുണ്ട്, പേര് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പ്യൂട്ടർ ഇത് തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യും, ജോലിക്ക് തടസ്സമാണ്, കിട്ടാൻ സാധ്യതയില്ല. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഏജ് ഓവറാൻ ആൾ. രണ്ട് കാറ്റഗോറിക്കൽ ആയിട്ടുള്ള തടസ്സങ്ങളാണ്. അപ്പോൾ ഒരു സാധ്യതയും ഇല്ല, അതായത് സാധ്യത പരുങ്ങലുള്ള വിഷയമാണ്. ഇങ്ങനെ ഒരു കാഴ്ചയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യൻ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നതാണ്, എനിക്ക് ജോലി കിട്ടും. കാര്യം ഇത്രയും നാൾ പല വിഷയത്തിൽ ഈ വിഷയത്തിൽ നടന്ന് പരാജയപ്പെട്ടതാണ്. പക്ഷേ ദൈവതിരുസന്നിധി വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യമുണ്ട്, എനിക്ക് ജോലി കിട്ടും, അപ്പോൾ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളോർക്കും അദ്ദേഹത്തിന് മടിയോ അദ്ദേഹത്തിൻ്റെ ഉഴപ്പി, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആൾ സ്കൂട്ടാകണമെന്ന് തോന്നും. പക്ഷേ അതല്ല സംഭവം. ആ ഉടമ്പടി എഴുതുമ്പോൾ ഒരു വിഷയം എഴുതും. എന്താണ്? വൈഫാണ് ഉടമ്പടി എടുക്കുന്നത്. അവിടെ മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് എഴുതാൻ വേണ്ടി ഇയാൾ പറഞ്ഞു കൊടുക്കും. കാര്യം ശരിക്കും പട്ടാളക്കാർക്ക് കിട്ടുന്ന കോട്ടയുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇയാൾ വൈഫിനോട് പറയും, അത് എഴുതി വെക്കാൻ പറയും. വൈഫ് അത് എഴുതി വെക്കും. പക്ഷേ ഉടമ്പടി സ്ക്രൂട്ടണിക്ക് വെക്കുമ്പോൾ ഇത് ലേഡിയുടെ പേരിലായത് കാരണം മദ്യപാനം അങ്ങനെ എഴുതാൻ പാടില്ല, ബാധകമല്ലാത്തത് കൊണ്ട് എഴുതത്തില്ല. അപ്പോൾ അവരത് എലിമിനേറ്റ് ചെയ്യാൻ പറയും. എലിമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ തങ്കച്ചൻ പറയും, ഓക്കെ എലിമിനേറ്റ് ചെയ്തോ, പക്ഷെ ഞാൻ ഉടമ്പടി പ്രകാരം കർത്താവിനോട് ഇത് വാഗ്ദാനം ചെയ്യണമെന്ന് പറയും. ഈ കാലത്തെ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ രീതി കണ്ടില്ലേ? എന്തിനാ ബ്ലെസ്സി പറയണത്, ഈ നിമിഷം വരെ ഇപ്പോൾ എത്രയോ മാസമായി അദ്ദേഹത്തിന് ജോലിയും കിട്ടി, CDSൻ്റെ പ്രശ്നങ്ങൾക്ക് തരണം ചെയ്തു, ഏജ് ഓവർക്ക് അത് തരണം ചെയ്തു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലത്തിന് ജോലി കിട്ടി. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അന്ന് മാതാവിൻ്റെ നടയിൽ വെച്ചെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മദ്യപാനം ഒഴിവാക്കിക്കൊണ്ട് മറ്റെല്ലാം കോട്ട വരെ ക്യാൻസൽ ചെയ്ത് കളയും. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ദൈവതിരുസന്നിധി വരുമ്പോൾ, ഇപ്പം നോൻപിൻ്റെ കാലമാണ്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കുമ്പോൾ തന്നെ ഇപ്പം നോൻപിനെ പ്രതി നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരണത്. കുറേ ദിവസങ്ങളുടെ പേരിലാണ് നമ്മളിത് ആചരിക്കണത്. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ വചനം പറയും, നിങ്ങൾ ദിവസങ്ങളും കാലങ്ങളും ആചരിക്കുന്നു എന്ന് പറയത്തില്ലേ? അതാണിപ്പോൾ ഒരു കാലത്തിൻ്റെ പേരിലാണ്, കർത്താവിൻ്റെ പേരിലല്ല. ഇപ്പോൾ ഈ നോൻപ് ആചരിച്ച് കൂട്ടുന്നത് ഒരു കാലത്തിൻ്റെ പേരിലാണ്. നോൻപ് കാലമായതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ മാംസങ്ങൾ ഉപയോഗിക്കുമെന്ന് കാലത്തിൻ്റെ പേരിൽ, കർത്താവിൻ്റെ പേരിലല്ല. അതുകൊണ്ടാണ് ഉയർപ്പ് കഴിയുമ്പോൾ, ഉയർപ്പിൻ്റെ ദിവസമാകുമ്പോൾ വീണ്ടും പഴയതെല്ലാം തുടങ്ങണത്. കർത്താവിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു എന്നും നിലനിൽക്കത്തില്ലേ? അപ്പം നിത്യത വരെ നമ്മൾ കർത്താവിന് വേണ്ടി എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കണ്ടേ? അതാണ് പത്രോസ് ശിഷ്യനോട്, ഗ്രീക്കുകാർ വന്ന് പോകുമ്പോൾ ജനങ്ങൾ കർത്താവിനോട് സംസാരിക്കുന്നതിൻ്റെ ഒരു കാര്യം, ക്രിസ്തു എന്നും നിലനിൽക്കുന്നു എന്നല്ലേ പറയണതെന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടിയാണ് നീ ഒരു ഉടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ നോൻപിൻ്റെ 40 ദിവസം നിലനിൽക്കുന്ന വിഷയമല്ല, അത് നിത്യത വരെ നിലനിൽക്കുന്ന വിഷയമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് നമ്മളെ സംശയം തോന്നരുത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ദൈവത്തിന് നമ്മളെ സംശയം തോന്നരുത് ഒരു വിഷയത്തിലും. ഇത് നമ്മൾ സിൻസിയർ ആണെന്ന്, ഇപ്പം തങ്കച്ചനെ ദൈവത്തിന് സംശയമില്ല.
എന്താ സംശയമില്ലാത്തതിൻ്റെ കാരണം? അദ്ദേഹം അതിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുകയാണ്. എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധി ഞാൻ വിശുദ്ധിയോടെ വ്യാപരിച്ചാൽ നാളെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അതല്ലേ കർത്താവിൻ്റെ വചനം? നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് പറയുമ്പോൾ 3:5 നമ്മൾ യോശുവ വായിക്കുമ്പോൾ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ അത് ആ വചനത്തിൽ അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഇപ്പം കൃപാസനത്തിൽ തന്നെ ആയിരക്കണക്കിന് അടയാളങ്ങൾ സംഭവിക്കുന്നു. ആരാണിതിൽ വിശ്വസിക്കണത്? വചനത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അടയാളങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കർത്താവ് ചോദിക്കുന്നത്. മോശയെയും പ്രവാചകന്മാരെയും ദൈവവചനത്തെ വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ അടയാളങ്ങളെ എന്നിട്ട് തന്നാൽ അത്തരം അടയാളങ്ങളെ വിശ്വസിക്കാൻ കഴിയും? അപ്പം വിശ്വസിക്ക് മാത്രമേ അടയാളങ്ങളെ വിശ്വസിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അനുതാപത്തിന് വചനം മതിയെന്ന് പറയണത്. അടയാളം ആവശ്യമില്ല. ഈ നോൻപ് കാലത്ത് അനേകം വചനങ്ങൾ കേട്ട് അതിൽ ആന്തരികമായ ബോധ്യം എന്നാണ് ഈശോ പറയണത്. ബോധ്യം വേണമെന്നാണ് പറയണത്. ബോധ്യം കിട്ടിയാൽ അനുതാപം ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, വചനം കേട്ട് അനുതാപം ഉണ്ടാകാൻ ഈ നോൻപ് കാലത്ത് ഞങ്ങൾക്ക് ആന്തരികമായ ബോധ്യം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടാം. ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയട്ടെ. ഈ നോൻപ് കാലത്ത് അനുതപിക്കാൻ, വിശുദ്ധി പ്രാപിക്കാൻ, പ്രായശ്ചിത്തത്തോടുകൂടി കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ അഭിഷേകം പ്രാപിക്കാൻ, നമ്മുടെ കുറവുകളും പോരായ്മകളും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ, വചനത്തിൻ്റെ ആത്മാഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഓ ദിവ്യകാരുണ്യ ഈശോയെ ഈ ശുശ്രൂഷ ലൈവായി കാണുന്ന ഓരോ മക്കൾക്കും അഭിഷേകമാക്കണം. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ കരങ്ങളെ പെയ്തിറങ്ങി വാ, ദൈവത്തിന്റെ മഴ പരിശുദ്ധാത്മാഭിഷേകം പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയായ വചനത്താൽ കർത്താവേ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മാത്രം സന്ധനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷ്യങ്ങളിലേക്ക് പോവുകയാണ്. വചനത്തിൽ കേട്ട സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയമാണിത്. എൻ്റെ പേര് ബെസ്സി. ഞാൻ വരുന്നത് കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, എറണാകുളം.
പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം 2019 ഓഗസ്റ്റ് 30 ഞാൻ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് ഞങ്ങളൊരു പത്രത്തിൽ കൂടിയാണ്. അന്ന് ആദ്യമൊന്നും ഞങ്ങളിവിടെ വരണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി എടുക്കാനായിട്ട് അറിയാനും പാടില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഒരു 1.5 വർഷത്തോളം, അതായത് ഏകദേശം ഒരു വർഷം കഴിയുന്നത് വരെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോയി. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടെൻഷനായി. ജോലിയും ഇല്ലാതെ വരുമാനം ഇല്ലാതെ ഒക്കെ വന്നപ്പോഴത്തേക്കും ആകെ ഒരു ടെൻഷനായി. അങ്ങനെ വന്നിരുന്നപ്പോഴാണ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന്. പക്ഷേ കൃപാസനത്തിൽ വരാനായിട്ട് എനിക്കത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പുള്ളിയുടെ നിർബന്ധത്തിന് ഞാൻ വന്നത്. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ പുള്ളി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആരെടുക്കണം, ഉടമ്പടി ഞാൻ എടുക്കണോ ഹസ്ബൻഡ് എടുക്കണോ? അപ്പോൾ പുള്ളി പറഞ്ഞു ബസ്സി തന്നെ എടുക്ക്, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ പോയാൽ പിന്നെ എനിക്കിവിടെ വരാൻ പറ്റില്ലല്ലോ, ഉടമ്പടി പാലിക്കണമെങ്കിൽ ബസ്സി തന്നെ വരണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗങ്ങൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുള്ളതിന് ആദ്യത്തെ ഇതിൽ വെച്ചിരിക്കുന്ന മദ്യപാനം ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബ്രദർ പറഞ്ഞു ഉടമ്പടി എടുക്കുന്ന ആൾ വേണം, എന്താണ് അവർക്ക് ഉള്ള ദുശീലം അത് മാറ്റേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനല്ലേ ഉടമ്പടി എടുക്കണം, അപ്പോൾ എനിക്കതില്ലല്ലോ, പിന്നെ അത് ചെയ്തോന്ന് പറഞ്ഞു. ശരി, ഞാൻ അത് കട്ട് ചെയ്തു, അത് ടിക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ കൗൺസിലിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് മാതാവിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവിടെ നിന്ന് ആ വാളണ്ടിയർ ആ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ് ഇത് സ്വന്തമായിട്ടുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ കേട്ടോ, ടിക്ക് ചെയ്യാവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് താഴെ ഇറങ്ങിച്ച് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ദുശീലമല്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് മാറ്റണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞു. പക്ഷേ ഈ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നതിന് ശേഷം അന്ന് മുതൽ പുള്ളി ഈ നിമിഷം വരെ ഒരല്പം പോലും മദ്യം കഴിച്ചിട്ടില്ല. പുള്ളി ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് കുറേശ്ശെ കിട്ടുമല്ലോ, വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. നമുക്ക് വീട്ടിൽ ശല്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെങ്കിലും പുള്ളിയുടെ ആ ദുശീലം പുള്ളി അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ പിന്നെ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല, വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു വർഷമൊക്കെ ഞങ്ങൾ പുള്ളിക്കാരൻ ഷിപ്പിലാണ്, ഡിഫൻസിൽ നിന്ന് വന്നതിന് ശേഷം ഷിപ്പിൽ ജോലിക്ക് പോയി. ജോലി ഒരു 3-4 വർഷം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ CDC പുതുക്കേണ്ട സമയം വന്നു. CDC പുതുക്കാനായിട്ട് ഒരു ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് കോയമ്പത്തൂർ പോയി ട്രെയിനിങ്, അതൊരു 90 ദിവസത്തിനകത്ത് ആ CDC കിട്ടേണ്ടത് ഒത്തിരി ലേറ്റായി. 6-8 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ CDC കിട്ടിയത്. CDC കിട്ടിയപ്പോഴാണെങ്കിലോ പാസ്പോർട്ടിലെ പേര് ഒന്ന്, CDCയിലെ പേര് ഒന്ന്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങളതത്ര വെച്ചാൽ സർനെയും രണ്ടാമതും ആ സ്വന്തം പേര് ആദ്യം വരേണ്ടടുത്ത് അത് തിരിഞ്ഞുപോയി. 2ലും 2 തരത്തിലായി. പിന്നീട് ഒത്തിരി കമ്പനിയിൽ അപ്ലൈ ചെയ്തു, എല്ലാം റിജക്റ്റ് ചെയ്തു. ഏജ് ഓവറായി എന്നും പറഞ്ഞു. 50 years വരെയാണ് ജോലി കിട്ടുക, ഏജ് ഓവറായി എന്നും പറഞ്ഞു ഒത്തിരി കമ്പനിയിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി പൈസയും മുടക്കുമെന്ന്, ഒത്തിരി പൈസ വേണ്ടി വന്നു. ഓരോ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ ഒത്തിരി കാശ് വേണം. അവിടുന്ന് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴത്തേക്ക് ഓരോ മാസവും തള്ളി നീക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. പക്ഷേ മാതാവ് എങ്ങനെയൊക്കെയോ ഞങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത കൃത്യം 60ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 30 ഉടമ്പടി എടുത്തു. ഒക്ടോബർ 30 പുള്ളി ഷിപ്പിൽ കയറി, ജോലി കിട്ടി. ഇപ്പോഴും ഷിപ്പിലാണ്. എല്ലാ കാര്യങ്ങൾക്കും ഈശോ മാതാവുമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യേശുവേ നന്ദി. നമ്മുടെ സാക്ഷ്യം കേട്ടു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണം. നമുക്കും ഇതുപോലെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒന്നും കാണാത്ത അവസ്ഥയുണ്ട്. എങ്കിലും ഒന്നും കാണാത്തയിടത്ത് കർത്താവിൻ്റെ കരങ്ങളെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ ഇല്ലായ്മയും ദൈവം ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ പോലും നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗതയങ്ങളെ വിളിച്ചു വരുത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ
ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, കരങ്ങൾ സ്തോത്രം. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന. കർത്താവേ, ആരാധന. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ചേർന്ന് പാടിക്കൊണ്ട് നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാർദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നോൻപിൻ്റെ ഏറ്റവും വലിയ അരൂപി അനുതാപമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. കർത്താവേ, ഈ നോൻപ് കാലത്ത് നിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളോടുള്ള സ്നേഹത്താൽ നീ പീഡാനുഭവം ഏറ്റുമേടിച്ചതുപോലെ ഞങ്ങൾക്ക് പകരക്കാരനായി ക്രൂശിക്കപ്പെട്ടതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് ദൈവസ്നേഹം നിറക്കണം. ദൈവസ്നേഹം നിറച്ച് അപ്പോസ്തലന്മാർക്ക് അനുതാപം ഉണ്ടായതുപോലെ കർത്താവേ, ഞങ്ങളിലും സഭ മുഴുവനിലും അനുതാപം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനുതാപം നൽകണമേ. സഭ മുഴുവനിൽ അനുതാപം നൽകണമേ. ഓരോ ദൈവമക്കൾക്കും അനുതാപം നൽകണമേ. ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ദൈവസ്നേഹമുള്ള വ്യക്തികൾ, മക്കള് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ഉടനെ പറയേണ്ടൊരു വാക്ക് നമുക്ക് വേണ്ടി ആദ്യം പറഞ്ഞത് പത്രോസാണ്. അവൻ്റെ സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെട്ടപ്പോഴേ, തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെട്ടപ്പോഴേ, സമൃദ്ധമായ മത്സ്യം കർത്താവിൻ്റെ അനുഗ്രഹത്താൽ വള്ളം നിറഞ്ഞ് കിടക്കണ കണ്ടപ്പോഴേ അവന് അനുതാപം ഉണ്ടായി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. അതാണ് ലൂക്കാ സുവിശേഷം 5:8. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നകന്നു പോകണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കും എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉന്നതി കിട്ടുമ്പോൾ പെട്ടെന്ന് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ അയോഗ്യതയെ ഓർത്ത് അനുതപിക്കുവാനും, കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും നീ വഴി ഞങ്ങൾക്ക് അനുതാപം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പത്രോസ് അനുതപിച്ചതുപോലെ അനുതപിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകണമേ. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഒരുമിച്ച് പാടുക. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. കൈകൾ കൂപ്പി സമാപന ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, നോൻപിൻ്റെ ഈ അരുവിയിൽ രാജ്യമെല്ലാം നിശബ്ദമായിരിക്കുകയാണ്. കണ്ണി കാണാത്ത ഒരു സൂക്ഷ്മജീവി ലോകത്തെ നിശബ്ദമാക്കി. എല്ലാ ശാസ്ത്ര സാങ്കേതിക
വ്യോമയാന സാങ്കേതിക മനുഷ്യൻ്റെ എല്ലാ ശക്തികളും ബുദ്ധികളുമെല്ലാം ഒരു നിമിഷം ഈ സൂക്ഷ്മജീവിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച ആണ് ലോകത്തെ മുഴുവനും അനുതാപത്തിലേക്ക് നയിക്കേണ്ടത്. മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾ, വിശ്വാസ തകർച്ചകൾ എല്ലാം ചികിത്സിക്കുന്ന ഒരു നോൻപ് കാലമാണിത്. കർത്താവ് നോൻപ് കഴിയുമ്പോൾ അനേക മക്കൾ വിശ്വാസത്തിലേക്കും അനുതാപത്തിലേക്കും തിരിച്ചു വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊറോണ വൈറസിനാൽ വേട്ടയാടപ്പെടുന്ന ലോകത്തിൻ്റെ മുറിവുകളെ, അതിൽ പങ്കെടുക്കുന്നവരെ, അതിൽ ഇരകളായിപ്പോയവരെ, അത് ശുശ്രൂഷിക്കുന്നവരെ, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ആത്മശക്തി ലഭിക്കാൻ ഞങ്ങൾ കർത്താവെ ഈ നിമിഷം ഞങ്ങളെ ആശീർവദിക്കണമേ. എല്ലാവരും ലോകത്തിന് മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകത്തിന് മുഴുവൻ സൗഖ്യത്തിന് വേണ്ടി, ഈ വിപത്ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള ആത്മശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. നടപടി 11-18 വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകിയെന്ന്. അതേ ഈശോ പറയുന്നു, അനുതപിച്ചാൽ നീ ഐശ്വര്യം ആസ്വദിക്കും. യോശുവ 3:5 കർത്താവ് നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. തപസ്സിൻ്റെ അഭിഷേക ശക്തിയോടുകൂടി ഇരുകരങ്ങളും ദൈവത്തിരുസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ അനുതപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി ശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മുന്നിൽ ലോകത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊറോണ വൈറസ് മൂലം വേട്ടയാടി ദൈവ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമായി സൗഖ്യമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലും ദുരിതത്തിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും കടഭാരങ്ങളിലും സന്താനമില്ലാത്ത അവസ്ഥകളിലും ഭവനമില്ലാത്ത അവസ്ഥകളിലും നട്ടം തിരിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലെ വീടുകളിൽ രോഗികളായി കഴിയുന്നവര്, ഓപ്പറേഷന് വേണ്ടി വിധേയമാകുന്ന മക്കള്, കർത്താവെ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ രോഗത്തിന്റെ ഭീഷണിയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, വ്യക്തവും കൃത്യമായ മെഡിസിൻ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്ത സാഹചര്യത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തെ മുഴുവനും സമർപ്പിക്കുന്ന കർത്താവെ, ഗവൺമെന്റ് സംവിധാനങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, തിരുസഭയെ സമർപ്പിക്കുന്ന കർത്താവെ, ശാസ്ത്രജ്ഞന്മാരെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ ഡോക്ടേഴ്സിനെ സമർപ്പിക്കുന്ന കർത്താവെ, ബൈസ്റ്റാൻഡേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അന്തരീക്ഷത്തെ സമർപ്പിക്കുന്നു. പ്രപഞ്ച പ്രതിമ അധികാരമുള്ള പരിശുദ്ധമ്മേ, മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും